നമ്മൾ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത് സ്വാതന്ത്ര്യം എന്ന ടോപ്പിക്ക് വെച്ചിട്ട് അതായത് ഒരു 3 എപ്പിസോഡ്സ് വെച്ചിട്ട് പോസ്റ്റ് ചെയ്തൊരു കോണ്ടന്റ് ഉണ്ടായിരുന്നു. ആ ഒരു വീഡിയോയുടെ ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നേക്കുന്നത്. അത് ശരിക്കും എനിക്ക് വളരെ അടുത്തറിയാവുന്ന കുറച്ച് വ്യക്തികളുടെ ഒന്നിലധികം വ്യക്തികളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു കണ്ടന്റ് പ്രിപ്പയർ ചെയ്തത്. പക്ഷെ അത് പോസ്റ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ആയിട്ട് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. കമന്റ്സിനേക്കാൾ അപ്പുറം എനിക്ക് പേഴ്സണലി കുറേ അധികം ആളുകൾ മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഇത് അവരുടെ ലൈഫിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മുന്നേ നടന്നു കഴിഞ്ഞ കാര്യങ്ങൾ, അല്ല അവർക്ക് അടുത്തറിയാവുന്ന ചില വ്യക്തികളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും കേസിൽ പറയുന്നത് ഒന്ന് സ്ത്രീധനവും, രണ്ടാമത്തത് അമ്മായിയമ്മയും. എനിക്ക് മനസ്സിലാവാത്തത്, ഈ അമ്മായിയമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ആ പറയുന്ന ഭർത്താവിന്റെ അമ്മ എന്ന് പറയുന്ന വ്യക്തി, അവരും ഒരു സ്ത്രീയാണ്. അവരും ഇതുപോലെ മറ്റൊരു വീട്ടിൽ നിന്ന് ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ച് വന്നതാണ്, അല്ലാതെ അവരെ പെറ്റിട്ടതേ ആ വീട്ടിൽ തന്നെ അല്ല. അപ്പൊ അവരനുഭവിച്ച കാര്യങ്ങൾ ഇനിയൊരു ജനറേഷന് കൊടുക്കരുതെന്ന് ചിന്തിക്കുന്നതിന് പകരം അതിന്റെ ഇരട്ടിയായിട്ട് അങ്ങ് കൊടുത്തോണ്ടിരിക്കും. ഇത്രയും നാളും അവർ മകനെ കെട്ടിച്ച് ഒരു കല്യാണം കഴിപ്പിക്കുന്ന ദിവസം അന്ന് രാവിലെ മുഹൂർത്തം വരെ അവർ കൂട്ടിവെച്ച പ്രശ്നങ്ങളും അതിന്റെ പലിശയുടെ പലിശയും ചേർത്തിട്ട് വന്നു കയറുന്ന പടിന്റെ മുതുകത്തിട്ട് കൊടുക്കാനാണ് അവരെ സ്വന്തം മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത്. എനിക്കറിയാവുന്ന ചില അമ്മായിയമ്മച്ചിമാരുണ്ട്, അവരും ഇത് തന്നെ. എന്റെ മോന് പെണ്ണായില്ല, എന്റെ മോന് ഏതെങ്കിലും ഒരു പെണ്ണിനെ കിട്ടിയാൽ മതി, എവിടുന്നേലും കിട്ടിയാൽ മതി, ഒന്നും വേണ്ട എന്ന് പറഞ്ഞവരെ കെട്ടിച്ച് വീട്ടിൽ കയറ്റി കൊണ്ടുവന്നിട്ട് 10ന്റെ അന്ന് തുടങ്ങുന്ന ഒരു സ്ത്രീധന പ്രശ്നം, അല്ലെങ്കിൽ കെട്ടി വന്ന പിറ്റേന്ന് തുടങ്ങുന്ന സ്ത്രീധന പ്രശ്നം. ഇല്ലെങ്കിൽ മകൻ അവർ പറയുന്നതിന്റെ അപ്പുറത്തോട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചാഞ്ചാടരുത്. പിന്നെ അമ്മായിമ്മയുടെ കാര്യം വിട്. ഈ കെട്ടാൻ പോകുന്ന ഈ മരമൊണ്ണകൾക്ക് എന്നോട് എല്ലാവരും ക്ഷമിക്കണം, ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു വാക്കുകൾ പബ്ലിക്കായിട്ട് വന്നിട്ടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഇത് സംസാരിച്ചേ പറ്റുള്ളൂ. ഈ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ഈ മരമൊണ്ണകൾക്ക്, ഈ മരവാഴകൾക്ക് അറിയത്തില്ലേ സ്വന്തമായിട്ടൊരു നിലപാട് വേണമെന്നുള്ളത്. അങ്ങനെ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിവില്ലാത്തൊരുത്തന്നെ എന്തിനൊരു പെൺകൊച്ചിന്റെ ജീവിതം നശിപ്പിക്കാൻ കല്യാണം കഴിക്കാൻ തയ്യാറാവുന്നു? ഇനി അതും പോട്ടെ, എനിക്ക് വന്നൊരു മെസ്സേജില് ഒന്നല്ല മൂന്ന് പെൺകുട്ടികളുണ്ട്. അതില് ഒരാളിപ്പോ പ്രഗ്നന്റ് ആണ്, മറ്റൊരാളുടെ കൊച്ചിന് 2 വയസ്സ് കഴിഞ്ഞു, വേറൊരാളുടെ ഡെലിവറി കഴിഞ്ഞ് കുറച്ചായിട്ടേ ഉള്ളൂ. ആ ഹസ്ബൻഡ് എന്ന് പറയുന്നവൻ പുറത്താണ്. ഞാൻ ആരുടെ പേര് ഇവിടെ പറയുന്നില്ല, ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, എന്നെ വിശ്വസിച്ച് പറഞ്ഞത്, ഓക്കെ. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത്, ഇവന്മാർക്ക് പെണ്ണ് കെട്ടാനും കുഴപ്പമില്ല, ഒരു കൊച്ചിനെ ഉണ്ടാക്കാനും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് എല്ലാവരും അമ്മയുടെ ഇഷ്ടത്തിന് നടക്കത്തുള്ളൂ. അമ്മമാരെ സ്നേഹിക്കരുതെന്നൊന്നും അല്ല പറഞ്ഞു. എനിക്കും ഉണ്ടൊരു അമ്മായിയമ്മ. പക്ഷെ എന്റെ അമ്മ, എന്റെ അമ്മായിയമ്മ ആയിക്കോട്ടെ, എന്റെ അമ്മയുടെ വീട്, എന്റെ അമ്മായിയമ്മ ഞങ്ങളുടെ ഒരു പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാറില്ല. ഞങ്ങൾ എവിടെ പോയെന്നോ എനിക്ക് ഇതുവരെ ഞാൻ എന്റെ കല്യാണത്തിന് ഡൗറി വാങ്ങാതെ കല്യാണം കഴിക്കണം എന്നൊരു കാര്യം, ഒരു തരി പൊന്നിന്റെ കല്യാണത്തിനായിട്ട് എന്റെ വീട്ടിൽ നിന്ന് എടുക്കരുതെന്ന് തീരുമാനിച്ചിട്ട് കല്യാണം കഴിച്ചൊരു വ്യക്തിയാണ്. ഇനി ഈ ദിവസം വരെ എന്റെ അമ്മായിയമ്മയ്ക്ക് അറിയത്തില്ല എനിക്ക് എത്ര സ്വർണ്ണം ഉണ്ടെന്ന്. ഇപ്പൊ ഞാൻ പബ്ലിക്കായിട്ട് പറയുക, എന്റെ അമ്മായിയമ്മക്കോ ഈവൻ എന്റെ ഭർത്താവിനായിക്കോട്ടെ, ഞാൻ കാണിക്കുന്നത് കാണുന്നു, അല്ലാണ്ട് എന്റെ അമ്മായിമ്മക്കോ എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലിയിലോ ഒരു മനുഷ്യനറിയില്ല എനിക്ക് എത്ര ഗ്രാമിന്റെ സ്വർണ്ണം ഉണ്ടല്ലോ, ഏതൊക്കെ സ്വർണ്ണം ഉണ്ടെന്ന് പോലും. കാര്യം അവരതിൽ ഇടപെടേണ്ട ആവശ്യമില്ല, അവർ ഇന്നുവരെ ഇടപെട്ടിട്ടുമില്ല. ഞാൻ നോ പറഞ്ഞിട്ടല്ല, അവർ ഇടപെട്ടിട്ടുമില്ല. എനിക്കും താല്പര്യമില്ല, അവർക്കും താല്പര്യമില്ല. ഞാൻ അങ്ങോട്ടും ബോധിപ്പിക്കാൻ പോകാറില്ല, അവരിങ്ങോട്ട് ചോദിക്കാറുമില്ല. അതിന്റെ ആവശ്യമില്ല. അമ്മ പറയുന്ന കാര്യം അത് അവരുടേതാണ്, അത്രേ ഉള്ളൂ. അത് അവരുടേതാണ്. നിങ്ങൾക്കാർക്കും, ഈവൻ ആ ഹസ്ബൻഡിന് പോലും അതിലൊരു റൈറ്റ് ഇല്ല. ഈവൻ അവള് ചെയ്തോ അല്ലെങ്കിൽ അവൾ എടുത്തോ എന്ന് പറയുന്ന ആ ഒരു മൊമെന്റ് വരെ അവനതിലൊരു അവകാശവും ഇല്ല. ഇത് ഞാൻ മറ്റേ കൊമ്പത്തെ ഫെമിനിസം പറയുന്നതൊന്നും അല്ല. ആ കൊച്ചു പറയുക 42 പവന്റെ സ്വർണ്ണം അവൾക്ക് ഉണ്ടായിരുന്നു, 30 പവന് മേലെ അവള് പോലും അറിയാണ്ട് അമ്മായിമ്മയുടെ സൂക്ഷിക്കാൻ കൊടുത്തതാ. അവള് പോലും അറിയാണ്ട് അവൾ കൊണ്ട് വിറ്റു. ഞാനിതൊന്നും അറിഞ്ഞിട്ടല്ല വീഡിയോ ചെയ്തത്, പക്ഷെ എനിക്ക് അറിയത്തുപോലും ഇല്ലാത്തൊരു വ്യക്തി എന്നോട് വന്നിട്ട് പറയുമായിരുന്നു. ഇതിനെയൊക്കെ എന്ത് പറയണം? ഇവരൊക്കെ എന്തിനാ അവരുടെ ആമക്കളെ കല്യാണം കഴിപ്പിക്കാൻ നിൽക്കുന്നത്? അവർക്ക് അവർ പറയുന്ന വാക്കും കേട്ട് വീടിനകത്ത് കൂട്ടിട്ട് വളർത്തിയാൽ പോരായിരുന്നു? എന്തിനാ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് ഇവരിങ്ങനെ ചെയ്യുന്നത്? പിന്നെ എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളൊരു കാര്യം, ഞാൻ പലയിടത്തും കാണുന്നുണ്ട്, സ്വന്തം വീട് വെച്ചിട്ട് അച്ഛനും അമ്മയും ചിന്തിക്കുന്ന എന്റെ മകൾക്കൊരു ജീവിതമായിക്കോട്ടെ. എന്ത് സെക്യൂരിറ്റിയാണ് അവിടെ അവർക്ക് ഉള്ളത്? ഈ കൊടുത്തുവിടുന്ന സ്വർണവും സ്വത്തും അവർക്ക് അവിടെ കാണുന്നു, നിങ്ങൾക്ക് എന്ത് ഉറപ്പുണ്ട്? എന്തെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അവർക്ക് നാളെ ഒരു ഇഷ്യൂ വന്നാൽ അവർക്ക് കയറി വരാനൊരു വീട് ഇവിടെ നിന്നുണ്ടായാണ്. ആ വീട് വിറ്റിട്ടല്ല അവളെ കെട്ടിച്ചെങ്കിൽ ഒരിക്കലും ഒരു പെൺകൊച്ചും സ്വന്തം വീട് വിറ്റോ പണയം വെച്ചോ അവളുടെ കല്യാണം നടത്താൻ അച്ഛനോടും അമ്മയോടും സമ്മതിക്കരുത്. നിങ്ങൾ സ്റ്റേണായി നിൽക്കുക. അതിന് വരെ അവർ വീട് പണയം വെച്ചോ വിറ്റോ നമ്മളെ പഠിപ്പിച്ചൊരു ജോലി എത്തിക്കും. അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാനായിട്ട് ഒരു വക ഉണ്ടാക്കി കൊടുക്കുക. കുറെ സ്വത്തും സ്വർണവും കൊടുത്തു വിട്ടിട്ട് ഒരു സെക്യൂരിറ്റി അവർക്ക് അവിടെ ഇല്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. പെൺമക്കളും ചിന്തിക്കട്ടെ, പറ്റുന്ന പോലെ പഠിക്കുക, ജോലി വാങ്ങുക. നിങ്ങൾ വീട് നിങ്ങളുടെ അച്ഛനെയും അമ്മേനെയും ഒരു കടത്തണയിലോട്ടോ അല്ലെങ്കിൽ ഒരു വാടക വീട്ടിലോട്ടോ പറഞ്ഞു വിട്ടിട്ട് അവർ അതുവരെ ഉണ്ടാക്കിയ സ്വത്ത് മുഴുവൻ കുഴിച്ചെടുത്തോണ്ട് പോയി വേറൊരു വീട്ടിൽ ചെന്ന് വേറൊരുത്തന് കൊടുത്തല്ലേ അവന്റെ അമ്മായിമ്മക്ക് പുഴുങ്ങാൻ കൊടുത്തിട്ട് എന്ത് കിട്ടും നിങ്ങൾക്ക്? അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എയിം ചെയ്യുക, നിങ്ങളുടെ കല്യാണം പറ്റുന്ന രീതിയിൽ നടത്തുക, അല്ലെങ്കിൽ കല്യാണത്തിന് വേണ്ടത് സമ്പാദിച്ചു വെക്കുക. ഇനി പലയിടത്തും ഞാൻ കാണുന്നതാ, പെൺമക്കൾ ഇതിന് തയ്യാറാണെങ്കിൽ അച്ഛന്റെ അമ്മയുടെ അഭിമാനം അതിനൊന്നും സമ്മതിക്കത്തില്ല. ഇനി അവർക്കൊരു പ്രശ്നം ഉണ്ട്, അവൾ തിരിച്ച് വീട്ടിൽ നിന്നാലും അപ്പോഴും അവരുടെ അഭിമാനം സമ്മതിക്കത്തില്ല. ഇനി എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. ലൈഫിൽ അൾട്ടിമേറ്റ് കാര്യം ഒരിക്കലും കല്യാണവുമല്ല, സ്ത്രീധനവുമല്ല, കുഞ്ഞുമല്ല, കുടുംബം ഒന്നുമല്ല.
സ്വന്തം കാര്യം നിൽക്കാൻ പറ്റുക, ഒരാളുടെ മുന്നിൽ കഴിഞ്ഞിട്ട് ജീവിക്കാൻ പറ്റുക, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അവരുടെ ലൈഫ് ഒന്ന് സെറ്റിൽ ചെയ്തെടുക്കുക. അതാണ് ഏറ്റവും വലിയ കാര്യം. എത്ര വലിയ സാലറി ആയിക്കോട്ടെ ചെറിയ സാലറി ആയിക്കോട്ടെ, 10 രൂപയ്ക്ക് ഇന്നും ചെന്ന് ഹസ്ബൻഡിന്റെ മുന്നിൽ കഴിഞ്ഞിട്ടുന്നവരുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എനിക്കൊരു ഓൺലൈൻ സ്റ്റോർ. അത് ഞാൻ കുറ്റമായിട്ടോ ഒന്നും പറയില്ല, ഓരോ മനുഷ്യരുടെ നിവൃത്തികേടാണത്, എനിക്കത് മനസ്സിലാവും. അവള് ഡെലിവറി കഴിഞ്ഞിട്ടിരിക്കുകയാണ്, അവൾക്ക് ഫീഡിങ് ടൈപ്പ് ഓഫ് മെറ്റേണിറ്റി ഡ്രസ്സ് വേണം. എൻ്റെ ബൊട്ടിക്ക് നമ്മൾ ഓർഡർ ഇട്ടു. അന്ന് ക്യാഷ് ഓൺ ഡെലിവറി എന്തോ ആയിരുന്നു ചെയ്തിരുന്നത്. സംഭവം അവിടെ എത്തി. 3 ദിവസം അവളെ വെയിറ്റ് ചെയ്ത് കൊറിയറുകാർ. അതായത് വരുമെന്നും അവനും അറിയാം അവൾക്കും അറിയാം. അവള് പറഞ്ഞിട്ട് ക്യാഷ് പേ ചെയ്യുന്നില്ല. വരുമ്പോൾ ഏട്ടായി അങ്ങ് കൊടുത്തോളും. എന്നിട്ട് ഏട്ടായി ഒന്നും ഉണ്ടാക്കിയില്ല, വന്ന സാധനം അതുപോലെ റിട്ടേൺ പോയി. ഇത് എനിക്ക് ഡീലർ അയച്ചു കൊടുത്തത്, എന്റെ കയ്യിലാണെങ്കിൽ ഞാൻ അവൾക്ക് കൊടുത്തേനെ, എനിക്ക് കമ്മീഷൻ മാത്രമേ അതിൽ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ. അത് അവളുടെ നിവൃത്തികേടാ. നല്ല വിദ്യാഭ്യാസമുള്ള ഒരു കൊച്ചാ, അവന്റെ കുഞ്ഞിനെ നോക്കി അവളെ വീടിനകത്തിരിക്കുക, അവനത് ചെയ്തു കൊടുക്കാമല്ലോ വേണ്ട കാര്യങ്ങൾ. അപ്പൊ പറയും അവന്റെ ക്യാഷ് വേണം. ഗതികേടുള്ള ഫാമിലി ഒന്നും ആയിട്ടല്ല, അവർക്ക് അതിന്റെ ആവശ്യമില്ല. അവൻ ചിന്തിച്ചതാ, വീട്ടിലിരിക്കുന്ന അവർക്ക് എന്തിനാ ഡ്രസ്സ് ഉള്ളതിട്ടാ പോരെ, മെറ്റേണിറ്റി ഡ്രസ്സിന്റെ ആവശ്യം എന്തോ, ഏതെങ്കിലും ഒരു നൈറ്റി എടുത്തിട്ടാ പോരെ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരാണ് ഉള്ളത്. ഇങ്ങനെയുള്ള മരമുണ്ടകൾ കെട്ടാതിരിക്കുക. നീയൊക്കെ സ്വന്തം കാശെടുത്ത് സ്വന്തമായി കുടിച്ചും വലിച്ചും അങ്ങ് ജീവിച്ച് തീർക്ക്, അല്ല അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കുക. ഒരു കല്യാണം എന്ന് പറയുമ്പോൾ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ജീവിക്കുക. അഡ്ജസ്റ്റ്മെന്റ് അല്ല, മനസ്സിലാക്കി ജീവിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ച് അവരെ അവരുടേതായ രീതിയിൽ ജീവിക്കാൻ വിടുക. എല്ലാം വിറ്റുപെറുക്കി കൊടുത്തു വിട്ടിട്ട് ഒരു ഇവിടെ അടുത്തൊരു ചേച്ചിയുണ്ട്, എനിക്ക് അറിയാവുന്ന ഒരു ചേച്ചിയുണ്ട്. ആ അച്ഛനും അമ്മയും 2 പെൺമക്കളാ, വിറ്റുപെറുക്കി 2 പേരെയും കെട്ടിച്ചിട്ട് വാടക വീട്ടിൽ കിടക്കുക. അച്ഛൻ രോഗിയാ, അവരെന്തൊക്കെയോ കൂലിപ്പണി ചെയ്ത് 2 പേരും കൂടെ ജീവിക്കുന്നത്. ആ പെൺമകളെ കെട്ടിയവൻ 25 പവൻ കൊടുത്തിട്ട് 25 പവനും അവൻ കെട്ടിയ താലിയും മാലയും ചരടും എല്ലാം അവൻ വിറ്റ് മുടിച്ച്, അവനും അവന്റെ അപ്പനും അമ്മയും കൂടി 2 കുഞ്ഞുങ്ങളും ഉണ്ട്. ആ പെണ്ണവിടെ ഗതികെട്ട് കിടക്കുക, ഒരു ചരടും ഇട്ടുകൊണ്ട് നടക്കും. എന്തൊരു അവസ്ഥയാ അത്. ഇത്രയും വിറ്റുപെറുക്കി കൊടുത്ത അച്ഛനും അമ്മയും ഇത് കാണുമ്പോൾ അവസ്ഥയല്ല ആലോചിക്കേ. ഇത് കാണുന്ന വല്ല ഇങ്ങനത്തെ കൃമി സ്വഭാവമുള്ള അമ്മായിമാരുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ നിങ്ങൾ മക്കളെ കെട്ടിക്കാതിരിക്കുക. വേറൊരു വീട്ടിൽ നിന്ന് വരുന്ന പെണ്ണിന്റെ സാധനങ്ങൾ കണ്ടിട്ട് മക്കളെയും നിങ്ങളുടെ കുടുംബം ജീവിക്കാൻ എന്താ പറയാ, ആ വീട്ടിൽ നിന്ന് കൊണ്ടുവരും ജീവിക്കുക, അങ്ങനെ ചിന്തിക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ആമക്കളെ ഇൻഡിപെൻഡന്റ് ആക്കി അവർ വേറെ എടുത്ത് ജീവിക്കട്ടെ. വിറ്റ് പേർക്ക് നാണമുണ്ടോ? നാണം കെട്ട ജന്മങ്ങളെ ഞാൻ ചോദിക്കത്തുള്ളൂ, വെറും നാണം കെട്ട ജന്മങ്ങൾ. നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരു അച്ഛനും അമ്മയും അവർ കഷ്ടപ്പെട്ട് അവർ ജീവിതായുസം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കി അവരുടെ മകൾക്ക് കൊടുത്തു വിടുന്നതാണ്. അവളോട് ഒരു വാക്കുപോലും ചോദിക്കാതെ നാണം കെട്ട ജന്തുക്കളാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ ചെയ്യുന്നു. ഇന്ന് ആ കൊച്ചു എന്ത് ചെയ്യണമെന്ന് എന്നോട് സംസാരിച്ചത് കൊച്ച്, അവൾ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നിൽക്കുക. പറ്റുന്നത്രയും പഠിപ്പിക്കുക മക്കളെ, പഠിപ്പിച്ചൊരു ജോലി നേടാൻ സഹായിക്കുക, അത്രേ പറയാനുള്ള. ഒരിക്കലും വീട് വിറ്റ് പെറുക്കി പെൺമക്കളെ കെട്ടിക്കാതിരിക്കുക. നിങ്ങളുടെ മകൾ അവിടെ നിന്നോട്ടെ, അവളെ പഠിപ്പിക്കുക, അവൾ പഠിച്ച് ജോലി ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ നിന്നോട്ടെ. എന്താണ് അതിൽ പ്രശ്നം? എന്താണ് ബാധ്യതയാണോ? എന്ത് ബാധ്യത? അവൾ ജോലി ചെയ്ത് അവളെ സ്വന്തം കാശിന് ജീവിക്കുക, എന്ത് ബാധ്യത? നിങ്ങൾ നാളെ ഇല്ലാണ്ട് അവർക്ക് ആരുണ്ടാവും എന്നുള്ളൊരു ചോദിച്ചിരുന്നു. ഇപ്പൊ അവർക്ക് ആരുണ്ട്? അവന്റെ വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞുമായിട്ട് വന്നിക്കുക, കയ്യിലൊരു കുഞ്ഞുണ്ട് ഇപ്പൊ. അതെന്തെങ്കിലും ആവുന്നവർ ഇനി അവർക്ക് ജീവിക്കാൻ പറ്റുമോ നേരെ ചൊവ്വേ? അല്ലെ അതിന് വേണ്ടതും കൂടെ അവളിനി ചെയ്യണ്ട. അവൾ ഒറ്റയ്ക്ക് അവൾക്ക് ഒന്നും നോക്കണ്ട. ഒരു കുഞ്ഞുമായി വീട്ടിൽ വന്ന് നിൽക്കുന്നതാണ് ബാധ്യത. അവൾ സ്വന്തമായി സന്തോഷിച്ച് ആടിപ്പാടി ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് സ്വന്തമായി ഒരു ജോലി ചെയ്ത് സന്തോഷത്തോടെ ഒരു ചിരിയോടുകൂടി വീട്ടിൽ നിൽക്കുന്നതാണ് ബാധ്യത. നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്ക്.